ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യൽ വാഴയിൽ മീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിക്ക് മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് എത്രയാണോ ചേർത്തെടുക്കാം. ഞാനിവിടെ 2 മീൻ എടുക്കുന്നത് കൊണ്ട് 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്തെടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ഇതുപോലെ മീൻ നന്നായി വരയിട്ടെടുക്കണം. എന്നാലേ മീനിൻ്റെ ഉള്ളിലേക്ക് നന്നായി മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. നന്നായി മീനിലൊക്കെ മൊത്തത്തിൽ മസാലയൊക്കെ തേച്ച് വെക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 10 മിനിറ്റ് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തെടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ടെടുക്കണം. പിന്നെ മീനും ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് ചെറിയ തീയിൽ അവിടുന്ന് ഒരു സൈഡ് വേവിക്കാൻ വെക്കണം. ആ ഒരു ടൈമിൽ തന്നെ ഇപ്പുറത്ത് ഇതിന് വേണ്ട മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കാം. അതിലേക്ക് കുറച്ച് അധികം തന്നെ വെളിച്ചെണ്ണ ചേർത്തെടുക്കാം. പിന്നെ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്തെടുക്കണം. അത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ ഒരു ടൈമിൽ ഇപ്പുറത്തെ മീനൊക്കെ ഒരു വശം വെന്തിട്ടുണ്ട്. അതൊന്ന് അപ്പുറത്തേക്ക് മറിച്ചിട്ടെടുക്കാം. പിന്നെ മസാലയിലേക്ക് കുറച്ചധികം തന്നെ ചെറിയുള്ളി ചേർത്തെടുക്കുന്നുണ്ട്. ചെറിയുള്ളിയാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. ഒരു 10-25ഓളം ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. പിന്നെ അതിലേക്കൊരു മീഡിയം ഉള്ളി ചേർത്തെടുക്കാം. എന്നിട്ട് അതൊക്കെ ഒന്ന് മിക്സാക്കിയ ശേഷം അതൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. അതൊന്ന് സോഫ്റ്റായി വരണം. പിന്നെ അതിലേക്കൊരു 3 മീഡിയം സൈസ് തക്കാളി ചേർത്തെടുക്കാം. അതെല്ലാം നന്നായി യോജിപ്പിച്ചെടുത്ത് നന്നായി ഉടഞ്ഞു വരാൻ വേണ്ടിക്ക് നെറ്റാക്കാം. അതൊന്ന് പൊത്തി വേവിച്ചെടുക്കണം. പിന്നെ മസാലക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തെടുക്കണം. അതുപോലെ ചെറുനാരങ്ങ നീരും ഒരു പകുതി ചെറുനാരങ്ങ നീരും പിഴിഞ്ഞെടുക്കാം. ഇതെല്ലാം നന്നായി യോജിപ്പിച്ചെടുക്കാം. പിന്നെ അതിലേക്കൊരു ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിക്ക് നേരത്തെ മീൻ പരക്കാൻ വെച്ച മസാല കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് എടുത്തതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല പൊടി ചേർത്തെടുക്കാം. ഇതെല്ലാം നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ലാസ്റ്റ് മസാലക്ക് നന്നായി ഗ്രേവി പോലെ ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്തെടുക്കാം. അപ്പോൾ ഇവിടെ മസാല റെഡിയാണ്. ഇനി മീൻ വാഴയിലേക്ക് വെക്കുന്നത് നോക്കാം. ആദ്യം ഇതുപോലെ വായിൽ വെച്ചിട്ട് അതിലേക്ക് മസാല ഇങ്ങനെ പരത്തി വെച്ചെടുക്കണം. മീൻ നന്നായി കവറാവുന്ന വിധത്തിൽ. പിന്നെ അതിലേക്ക് മീൻ വെച്ചെടുക്കാം. പിന്നെ മീനിൻ്റെ മേലെ ഇതുപോലെ മസാല വെച്ചെടുക്കാം. നന്നായി മീനിൽ എല്ലായിടത്തും മസാല എത്തുന്ന വിധത്തിൽ വെച്ചെടുക്കണം. പിന്നെ ലാസ്റ്റ് അതിന് മേലെ കുറച്ച് ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കാം. പിന്നെ തക്കാളി ഇതുപോലെ വട്ടത്തിൽ മുറിച്ചിട്ട് വെച്ചെടുക്കണം. പിന്നെ ഇതുപോലെ വായിൽ നിന്ന് നന്നായി നൂലുകൊണ്ട് കെട്ടിയെടുക്കാം.
പിന്നെ ഒന്ന് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് വെച്ചെടുക്കാം. ചെറിയ തീയിൽ വെക്കുന്നതുകൊണ്ട് മീൻ കരിഞ്ഞു പോകുന്ന ഇതൊന്നും ഉണ്ടാവില്ല. അതൊന്ന് അടച്ച് ഒരു സൈഡ് നന്നായി വേവിച്ചെടുക്കാം. പിന്നെ ഒരു സൈഡ് ആയതിനു ശേഷം ഇപ്പുറത്തേക്ക് മറിച്ചിടാം. അതുപോലെ കുറച്ച് സമയം നന്നായി വേവിച്ചെടുക്കണം. പിന്നെ ഇതാ വാഴയിൽ നല്ല മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളിയാണ്. ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ റെസിപ്പികളായിട്ട് വീണ്ടും വരാം. ബൈ.